വീണ വിജയനെ 3 തവണയാണ് ഇഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തിയത്. ഓരോ തവണ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോഴും കമ്മികളുടെ ഒരു ഡയലോഗ് അടി ഉണ്ടായിരുന്നു. ഒരു തെളിവും കിട്ടുന്നില്ല, എന്നിട്ടും വീണ്ടും വീണ്ടും വിളിപ്പിച്ചു വരുത്തി എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ചൊരണ്ടി നോക്കുകയാണെന്ന്. അതെ, ചൊരണ്ടി നോക്കുകയായിരുന്നു ഇഡി. വീണ പറഞ്ഞതിലെ വള്ളിയും പുള്ളിയും കുത്തും കോമയും വരെ പിണറായിയിലേക്കുള്ള താക്കോലായിരുന്നു. എക്സാലോജിക് എന്ന കമ്പനിയുടെ MD ആയിരുന്നല്ലോ വീണ വിജയൻ. പക്ഷെ അവരുടെ കമ്പനി മറ്റൊരു കമ്പനിക്ക് ചെയ്തു കൊടുത്ത സേവനം എന്തായിരുന്നു, അതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചിട്ട് പോലും വീണയ്ക്ക് അറിയില്ല, തെളിവ് കൊടുക്കാനും കഴിഞ്ഞില്ല. അപ്പോഴേ ഇഡിക്ക് ബോധ്യപ്പെട്ടു കമ്പനി നടത്തിപ്പ് മറ്റാരോ ആണ്, വീണ വെറും തുറുപ്പുചീട്ട് മാത്രമാണെന്ന്. വീണയിൽ നിന്ന് തന്നെയാണ് പിണറായിയിലേക്ക് എത്താൻ കച്ചിത്തുരുമ്പ് കിട്ടിയത്, അതിലൊരു സംശയവും ഇല്ല. ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണ പതറി. ഇഡി തുടക്കത്തിലെ സംശയിച്ചത് മാസപ്പടിയുടെ മാസ്റ്റർ ബ്രെയിൻ വീണയല്ല, മറ്റാരോ ആണെന്നായിരുന്നു. അവരുടെ കണ്ടെത്തലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അന്വേഷണം അച്ഛനിലേക്ക് നീങ്ങിയതോടെ വീണ വിജയൻ ഇപ്പോൾ വാവിട്ട് നിലവിളിക്കുകയാണ്. കർത്തയും നല്ല ഒന്നാന്തരം കൊട്ടാണ് പിണറായിക്കിട്ട് കൊട്ടിയത്. അതായത് എനിക്ക് സേവനമൊന്നും കിട്ടിയിട്ടില്ല എന്ന് കർത്ത തന്നെ പറഞ്ഞു. അതായത് വീണയുടെ കമ്പനിയിൽ നിന്ന് എനിക്ക് സേവനം കിട്ടിയിട്ടില്ല, ഞാൻ പൈസ വെറുതെ കൊടുത്തതാണെന്ന്. കോടിക്കണക്കിന് രൂപ അങ്ങനെ അങ്ങ് വെറുതെ കൊടുക്കാനായിട്ട് ഈ പറയുന്നത് പോലെ വേദനിക്കുന്ന കോടീശ്വരൻ വല്ലതുമാണോ കർത്ത? അല്ല, സേവനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് പിണറായി വിജയനിൽ നിന്നാണെന്ന് മാത്രം. എന്തായാലും കർത്ത വാ തുറന്നതോടെ പിണറായിക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇഡിയുടെ അന്വേഷണം അത് പിണറായിയിലേക്ക് തന്നെയാണ് നീളുന്നത് എന്നുള്ളതിന്റെ വിവരങ്ങളും കർത്തയുടെ വായിൽ നിന്ന് വീണ മൊഴികളുടെ വിവരങ്ങളും പുറത്തേക്ക് വന്നതോടുകൂടി തൊട്ടടുത്ത സെക്കൻഡിൽ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ഇന്നേ വരെ ഒരാരോപണം വന്ന് ഇത്രയും ശരവേഗത്തിൽ പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാൻ എത്തിയിട്ടുണ്ടോ? പണി വരുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ചാടി അങ്ങിറങ്ങിയത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ, ചോദ്യം ചോദിക്കാൻ മാധ്യമങ്ങൾ വന്നാൽ പറയാൻ സൗകര്യമില്ല എന്നുള്ള ധാർഷ്ട്യമായിരുന്നു പിണറായിക്ക്. പക്ഷെ ഇപ്പോൾ കൊമ്പത്തൂന്ന് അങ്ങ് താഴോട്ടിറങ്ങിയിട്ടുണ്ട്. മെയ്യിലായിരുന്നു പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിൽ ഇഡി റെയ്ഡിനെത്തുന്നത്. അന്ന് ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിച്ച് കയ്യൂക്ക് കാണിക്കുകയായിരുന്നു CPM. വീണമോളെ രക്ഷിക്കാൻ ജയിലിൽ കിടന്ന മണ്ടന്മാർ PVയും കർത്തയും തമ്മിൽ നടത്തിയ ഡീലിങ്സിന്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതോടെ പരസ്പരം നോക്കി മോങ്ങുകയാണ്. എന്തിന്റെ കേടായിരുന്നു നമുക്ക് ഇഡിയെ ആക്രമിക്കാൻ പോകാൻ എന്നാണ് അവർ തലയിൽ കൈവച്ച് ചോദിക്കുന്നത്. കർത്തയ്ക്ക് പിണറായിയാണ് സേവനം ചെയ്തു കൊടുത്തത് എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. അതിന്റെ പ്രതിഫലം വീണ വിജയന്റെ അക്കൗണ്ടിലേക്കല്ല, വിജയന്റെ അക്കൗണ്ടിലേക്കാണ് ഒഴുകിയത്. വീണയുടെ അക്കൗണ്ടിലെത്തിയ 2.25 കോടി മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇഡിയെ തല്ലാൻ പോയി അകത്ത് കിടക്കുന്നവന്മാരെ ഉൾപ്പെടെ കൂടെയുള്ള സകലതിനെയും തേച്ചൊട്ടിച്ചാണ് പിണറായി കർത്തയുമായിട്ട് നല്ല ഒന്നാന്തരം ഡീലിങ്സ് ഒക്കെ നടത്തിയത്. ഇഡി ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് പോകുമ്പോൾ വീണയുടെ ഒരു ശരീരഭാഷ ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമായിരുന്നു. അതായത് വീണ ഭയക്കുന്നുണ്ടായിരുന്നു ഇഡിയുടെ ചോദ്യം ചെയ്യലിനെ. മറ്റെവിടെ പോകുമ്പോഴും മുഖം മറച്ചൊന്നും പോകാത്ത വീണ വിജയൻ ഇഡി ഓഫീസിൽ പോകുമ്പോഴെല്ലാം മുഖത്ത് മാസ്ക് വെച്ചായിരുന്നു പോയിരുന്നത്. അതിനൊരു കാരണമേ ഉള്ളൂ, തൻ്റെ മുഖത്ത് നിന്ന് പോലും അകത്ത് നടന്നത് എന്താണ് എന്ന് മാധ്യമങ്ങൾ വായിച്ചറിയരുത്. എൻ്റെ പരിഭ്രമം മാധ്യമങ്ങൾക്ക് മുൻപിൽ കിട്ടരുത്. മാസ്ക് വെച്ചത് മാത്രമല്ല, മാധ്യമങ്ങളെ കണ്ടപ്പോൾ തല കുനിച്ചിറങ്ങിപ്പോകുന്ന വീണ വിജയനെയാണ് നമ്മൾ കണ്ടത്. വീണ വിജയൻ ഒരു നിസ്സാരക്കാരിയാണോ? അല്ല, കേരളത്തിലെ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ മകളാണ്, പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ മകളാണ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മകളാണ്. അങ്ങനെ ഒരാൾക്ക് ഭയക്കേണ്ടതുണ്ടോ? അപ്പോൾ അവരത്ര ഭയന്നിരിക്കണമെങ്കിൽ മടിയിൽ കനമുണ്ടായിട്ട് തന്നെയാണ്. അത് മടിയിൽ കനമായിട്ടാണോ അതോ വിദേശത്ത് കനമായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. തനിക്കെതിരെ ഇഡിയും CMR SFIOയും ഒക്കെ നടത്തിയത് തെറ്റായ അന്വേഷണമാണെങ്കിൽ, അവരെ കുടുക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ വീണയ്ക്ക് അതിനെതിരെ പ്രതികരിക്കാമായിരുന്നു, അവർക്ക് കോടതിയെ സമീപിക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും വീണ മുതിർന്നില്ല. വീണ ഒരിക്കൽ പോലും എവിടെയും പ്രതികരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. കാരണം വീണയ്ക്ക് അറിയില്ല അവരുടെ കമ്പനി ആയിരുന്ന എക്സാലോജിക് ഈ പറയുന്ന CMRL എന്ന കമ്പനിക്ക് എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തതെന്ന്. കാരണം അതിന്റെ MD കസേരയിൽ കയറി ഇരുന്നു എന്നുള്ളതല്ലാതെ ബാക്കി എക്സാലോജിക്കിലൂടെ നടന്ന കാര്യങ്ങൾക്കൊന്നും വീണയ്ക്ക് അറിയില്ല. അപ്പോൾ അത് മറ്റാരൊക്കെയോ ചേർന്നാണ് നടപ്പാക്കിയത് എന്നുള്ളത് കൃത്യം വ്യക്തമാണ്. CMRL എക്സാലോജി കേസിൽ ശശിധരൻ കർത്തയുടെ മൊഴി സംബന്ധിച്ചുള്ള വാർത്ത തള്ളിയിരിക്കുകയാണ്
പിണറായി വിജയൻ. കർത്തയുടെ മൊഴി മാധ്യമ സൃഷ്ടിയാണെന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്. അതായത് ഇതെല്ലാം മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കിയ കഥയാണെന്ന്. എങ്ങനെയെങ്കിലും കേസ് തന്നിലേക്ക് എത്തിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. തന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കാൻ എന്നും ശ്രമിക്കാറുണ്ട്. ഈ ശ്രമം തുടരണമെന്നും പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞു. എന്തൊരു ശുഷ്കാന്തിയായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്താൻ. കടക്ക് പുറത്തുനിന്ന് വരെ മാധ്യമങ്ങളെ ആട്ടിയിട്ടുള്ള മനുഷ്യനാണ് തനിക്കെതിരെ ഇപ്പോൾ ഒരു ആരോപണം വന്നപ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ മാധ്യമങ്ങളെ കാണാൻ ചാടി ഇറങ്ങിയത്. പിണറായി ഇപ്പോൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മൊഴി ആരാണ് പുറത്തു വിട്ടിരിക്കുന്നത് എന്നാണ്. മാധ്യമങ്ങളിലല്ലേ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് മാത്രം അത് ശരിയാകുമോ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാം. നിങ്ങൾ എന്തെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് എന്തെങ്കിലും ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചുനാൾ നോക്കൂ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ മെക്കിട്ട് കയറുകയായിരുന്നു പിണറായി വിജയൻ. അല്ലാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പിണറായിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ പിണറായി പറയുന്നുണ്ടല്ലോ രേഖയുണ്ടെങ്കിൽ അത് കാണിച്ചോളൂ എന്ന്. ഇഡിയും ഇത് തന്നെയാണ് പറയുന്നത്. വീണയുടെ കമ്പനി CMRL കമ്പനിക്ക് ഒരു സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ കാണിക്കൂ എന്നാണ് ഇഡിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായിട്ടാണ് വിവരങ്ങൾ. മെയ് 27 നടന്ന റെയ്ഡിൽ ഒരു ഐഫോണിന് പുറമെ ചുവന്ന കവറുള്ള ഡയറിയും കേസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന A4 ലൂസ് ഷീറ്റുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പരിശോധനയിൽ ഈ ഡയറിയിലെ വിവരങ്ങൾ നിർണായകമാണെന്ന് ഇഡി അറിയിച്ചു. ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിൽ കേസുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പിടിച്ചെടുത്ത ഐഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്ന് സേവന കരാറുകളെക്കുറിച്ചും ഇമെയിൽ ഇടപാടുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നൽകാത്ത സേവനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ വ്യാജ കരാറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫോണിലുണ്ടെന്നാണ് സൂചന. പണമിടപാടുകൾ മാത്രമായിരുന്നു ഇമെയിൽ സന്ദേശങ്ങളുടെ ഉള്ളടക്കമെന്നും യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നിട്ടില്ലെന്നും പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പണം എത്തിയതിനെക്കുറിച്ചും അത് ചിലവഴിച്ചതിനെക്കുറിച്ചുമുള്ള കൃത്യമായ രേഖകൾ ഡയറിയിൽ ഉണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഐഫോണിലെ ഡിജിറ്റൽ തെളിവുകളും ഡയറിയിലെ വിവരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ ഇഡി സമർപ്പിച്ചിട്ടുണ്ട്. വീണയ്ക്ക് ഈ പറയുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി മാത്രമല്ല, അവർക്ക് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ മറ്റൊരു കമ്പനി കൂടി ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എക്സാലോജിക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഇഡി മെയ് 27 വീണയുടെ വസതിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കമ്പനിയെക്കുറിച്ചുള്ള നിർണായക രേഖകൾ കിട്ടിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. മെഡിക്കൽ ഉപകരണങ്ങളുടെയും മറ്റും വിതരണം പ്രധാന പ്രവർത്തന മേഖലയാക്കിയ കമ്പനിയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് അറിയുന്നത്. ഈ കമ്പനിയിലേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇഡി സംഘം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസിൽ ശക്തമായ സാമ്പത്തിക അറ്റാച്ച്മെന്റ് നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന പണം ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ കേരളം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട്, PV അതാരാണ് എന്ന്. പിണറായി വിജയനാണ് എന്ന് കേരളം മുഴുവൻ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ, അതായത് കർത്തയുടെ വായിൽ നിന്ന് വന്ന മൊഴി പ്രകാരം ഇപ്പോൾ ഏകദേശം ഒരു രൂപമായിരിക്കുന്നു. ആ PV ഈ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളത്. PV എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്ന പിണറായി വിജയനെ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടിരുന്നു. മാസപ്പടി ആ കേസിൽ പിണറായി വിജയൻ നിന്ന് ഉരുകുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശമൊക്കെ വ്യക്തമായിരുന്നു. ഇഡി വീട്ടിൽ റെയ്ഡിനെത്തുമ്പോൾ അതൊരു ലഹളയിലേക്ക് പോലും കൊണ്ടെത്തിച്ചത് പിണറായിയുടെ വേവലാതിയും ആവലാതിയും ഒക്കെ തന്നെയാണ് അതിന് കാരണം. അതായത് ഇഡി കേന്ദ്ര സംഘം തന്നെ വേട്ടയാടുന്നു എന്ന് ചിത്രീകരിക്കാനുള്ള നീക്കം. സത്യത്തിൽ പിണറായി വിജയൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? നമുക്കറിയാം, മാസപ്പടി കേസിൽ പിണറായി വിജയൻ നിയമസഭയിൽ ഉൾപ്പെടെ സംസാരിച്ചിട്ടുള്ളത് എന്നെ വേട്ടയാടുന്നതിന് വേണ്ടി മകളിലൂടെ എന്നിലേക്ക്, എന്നിലൂടെ പാർട്ടിയിലേക്ക് എന്നുള്ള ഒരു ന്യായം പറച്ചിലായിരുന്നു. നിയമസഭയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞത് എന്താണ്? കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കൈകൾ ശുദ്ധമായതുകൊണ്ടാണ് ശുദ്ധമായത് എന്ന് പറയുന്നതെന്നും മടിയിൽ കനമില്ല എന്നും ഭയക്കാൻ ഒന്നുമില്ല എന്നും പിണറായി ആവർത്തിച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നിയമസഭയിൽ ഉൾപ്പെടെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ, ഭയക്കാൻ ഒന്നുമില്ലെങ്കിൽ, പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ഇഡി അന്വേഷണത്തെ ഇങ്ങനെ ഭയക്കുന്നത്? അവർ വന്ന് അന്വേഷണം നടത്തി പോയിക്കോട്ടെ, അങ്ങനെ അങ്ങ് കരുതിയാൽ പോരെ.
ആ അന്വേഷണത്തിലൂടെ തെളിയുമായിരുന്നല്ലോ പിണറായി വിജയൻ കുറ്റക്കാരനല്ല എങ്കിൽ.